മുഅ്മിനീങ്ങളെ, അല്ലാഹു ഈ ഓരോ സെക്കൻഡുകളും അത് നമ്മുടെ നന്മയുടെ ഹസനാത്തിൽ രേഖപ്പെടുത്തി നന്മയും തിന്മയും തൂക്കുമ്പോൾ ആഖിറത്തിൽ ഭാരമുണ്ടാവാൻ നന്മയുടെ തട്ട് തൂങ്ങിക്കിട്ടാൻ ഒരു കാരണമാക്കി തരട്ടെ. ത്യാഗം സഹിച്ചാണ് നാമൊക്കെ ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ നമ്മുടെ റബ്ബിന്റെ ആ ഒരു ഇലാഹിയത്ത്, ഉലൂഹിയത്ത് അംഗീകരിച്ച് നമ്മൾ നമ്മുടെ ഉബൂദിയത്ത്, നമ്മൾ അടിമയാണെന്ന കാര്യം അംഗീകരിച്ച് അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരണമെന്ന ഒരു താല്പര്യത്തിലാണ് ഈ സംഗമം. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഇത് കബൂലാക്കി തരട്ടെ. ഇതൊക്കെ വലിയ നിഅമത്താണ്. അള്ളാഹു എന്തൊക്കെ നിഅമത്ത് നമുക്ക് തന്നോ എല്ലാ നിഅമത്തുകളും അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാന്റെ നിഅമത്തും കൂടെ പരാമർശിക്കുന്ന ആയത്താണല്ലോ സൂറത്ത് ലുഖ്മാനിലൂടെ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലഭ്യമായ നിഅമത്തുകൾ നിലനിന്ന് കിട്ടാൻ ദുആ ചെയ്യണേ എന്ന് ഈ ആയത്ത് വിശദീകരിക്കവേ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ഇരിക്കാനൊക്കെ സൗകര്യം കിട്ടിയില്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കണില്ലേ? അള്ളാഹു വലിയ റാഹത്ത് നമുക്ക് നൽകട്ടെ. ഈ ആയത്തിലേക്ക് കടന്നു വരൂ. ഈ ആയത്തിന്റെ ഉള്ളർത്ഥങ്ങൾ ചിന്തിക്കൂ. അള്ളാഹു എല്ലാ നിഅമത്തുകളും നമുക്ക് നിലനിർത്തി തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽം വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഒരായത്ത് ഞങ്ങൾ ഓതിയത് നീ സ്വീകരിച്ച് ഞങ്ങളോട് കരുണ കാണിച്ചാൽ മതി. ഞങ്ങൾ രക്ഷപ്പെടാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അലം തറോ, കണ്ടില്ലയോ മനുഷ്യരെ നിങ്ങൾ? ആലോചിക്കുന്നില്ലയോ മനുഷ്യരെ നിങ്ങൾ? അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. സഖറ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഒതുക്കി തന്നു, സൗകര്യപ്പെടുത്തി തന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കി തന്നു. അവയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും അവ കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള. ഇപ്പൊ സൂര്യനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയോ? ഒന്ന് നിയന്ത്രിക്കാൻ കഴിയോ? അപ്പൊ കീഴ്പ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ നിയന്ത്രണ വിധേയമാക്കി എന്നാണ് അർത്ഥം? അതല്ല. നിയന്ത്രിക്കാനൊന്നും കഴിയൂലെങ്കിലും അതില്ലാഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയൂല. മഴയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയോ? കഴിയൂല. പക്ഷെ മഴ അല്ലാഹു എത്ര വലിയ സൗകര്യപ്രദമാക്കി തന്നു നമുക്ക്. നക്ഷത്രങ്ങളെ നിയന്ത്രിക്കാൻ കഴിയോ? കഴിയൂല. ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അവയെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും അവയുടെ സൗകര്യങ്ങളും അവയുടെ നിഅമത്തുകളൊക്കെ അനുഭവിക്കാനുള്ള എല്ലാ സംവിധാനവും അല്ലാഹു ഒരുക്കി തന്നു. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന. നിങ്ങൾക്ക് അവന്റെ എല്ലാ നിഅമത്തുകളും അവൻ ചൊരിഞ്ഞു തന്നില്ലയോ? ളാഹിറതൻ വബാത്തിന, പ്രത്യക്ഷമായും പരോക്ഷമായും. കാണാൻ കഴിയുന്ന നിഅമത്തുകൾ, കാണാൻ കഴിയാത്ത നിഅമത്തുകൾ എല്ലാം അവൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നു. ഉറപ്പല്ലേ? അല്ലേ? ഇത് കിട്ടിയ നമുക്കൊരു ബാധ്യത ഉണ്ട്. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. ശ്രദ്ധിക്കണില്ലേ റബ്ബേ? എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവേ നിഅമത്തുകൾ നീങ്ങിപ്പോകരുത്.
എന്തുണ്ടെന്നറിയോ? ഈ നിഅമത്തുകളൊക്കെ അനുഭവിച്ച് ആ ഒരു ലെവലിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് പിന്നെ അതാണ്ട് ഇല്ലാതാകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് ഭയങ്കരായിരിക്കും. ഒരാൾക്ക് ചെറുപ്പം മുതലേ ദാരിദ്ര്യാണ്, വിഷമങ്ങളാണ്, ബുദ്ധിമുട്ടാണ്. അയാൾ കൂലിപ്പണിക്ക് പോകും, 500 600 ഒക്കെ കിട്ടും. അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യന് ആ നിലക്കന്നെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അതവന്റെ ശീലാണ്. ഒരാൾക്ക് വലിയ ജോലി കിട്ടി, അള്ളാഹു കോടാനക്കോടി സമ്പത്തോ സൗകര്യം കൊടുത്തു, സുഖലോലുപതയിൽ കഴിഞ്ഞുകൂടുകയാണ്. പെട്ടെന്ന് ഇതെല്ലാം അങ്ങോട്ട് നീങ്ങിപ്പോയാൽ അയാളുടെ അവസ്ഥ, പിന്നെ അയാൾക്ക് ഡെയിലി 600 പോയിട്ട് അയാൾക്ക് 1000 കിട്ടിയാലും അയാളുടെ പ്രയാസം തീരൂല. അയാൾക്കെന്നും ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ വിഷയവും അങ്ങനെയാണ്. നിഅമത്തുകൾ ലഭ്യമായതിനു ശേഷം അതൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് കഴിയുന്നതിനിടയിൽ അത് നീങ്ങിപ്പോയാൽ വലിയ അല്ലാഹു നമ്മളെ കാക്കട്ടെ റബ്ബേ. ഇപ്പൊ ജന്മനാ കണ്ണ് കാണാത്ത ഒരാൾക്ക് അയാൾ ഉമ്മാന്റെ വയറ്റിന്ന് ഭൂമിക്ക് വരുമ്പോ തന്നെ നിങ്ങൾ എന്തെന്നോട് സഹകരിക്കണില്ലേ? കേൾക്കണില്ലേ? ജന്മനാ കണ്ണ് കാണൂല, ആ നിലക്കാ ഭൂമിയിലേക്ക് വന്നത്. ഈ ഭൂമി അവൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരാളും പെട്ടെന്ന് 20ാമത്തെ വയസ്സിൽ കാഴ്ചയായിട്ട് നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരാളും, ഒരു ഉദാഹരണം, പെട്ടെന്ന് കാഴ്ചയായിട്ട് നഷ്ടപ്പെട്ടു. രണ്ടാളുടെയും അവസ്ഥ ഒരുപോലെയാണോ? അല്ലല്ലോ. അപ്പൊ ലഭ്യമായ നിഅമത്തുകൾ നീങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പരീക്ഷണാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് ചെറിയ നിഅമത്താണെങ്കിലും വലിയ നിഅമത്താണെങ്കിലും അതാണ്ട് നീങ്ങിപ്പോയാൽ സഹിക്കാൻ. അതുകൊണ്ട് ഇലാഹായ റബ്ബിനോട് നിഅമത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ എപ്പോഴും നടത്താറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ അത് രേഖപ്പെടുത്തി. ഞാൻ ആ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു തരട്ടെ. അത് പറ്റുമെങ്കിൽ പഠിക്കണം. അത് ജീവിതത്തിൽ ദിവസവും ഒരു വട്ടെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് തേടും വേണം. എന്നാൽ ലഭ്യമായ നിഅമത്തുകളൊക്കെ പരമാവധി നിലനിന്ന് കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, ഹബീബായ നബി തങ്ങൾ തന്റെ ദുആയിൽ ഇങ്ങനെ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക وتحول عافيتك وفجاءة نقمتك وجميع سخطك. قال رسول الله صلى الله عليه وسلم. ഇതൊരു ഭയങ്കര ദുആണ്. ഇപ്പൊ മക്കൾ ഉണ്ടാകുന്നതിൽ വലിയ നിയമത്താ. നിന്നോട് ഒരു അരമണിക്കൂർ മുമ്പായിരിക്കും ഒരു ഉമ്മ ഇവിടെ വന്നിട്ട് നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറയാണ്ട്, പൊന്നാർ ഉസ്താദേ, ഞാനൊരു മാനസിക രോഗിയാ, എന്റെ 2 മക്കൾ മരിച്ചു, അതിനുശേഷം പിന്നെ എനിക്കൊരു ലെവല് കിട്ടണില്ല, മനസ്സിന് റാഹത്തില്ല. ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടല്ലാ, നീ മനസ്സിന് ധൈര്യം കൊടുക്കണേ അല്ലാ, സ്ഥൈര്യം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, എല്ലാ മാനസിക അസ്വസ്ഥതകളും നീക്കി കൊടുക്കണേ അല്ലാ. ഇവിടെ അള്ളാഹു മക്കൾ എന്ന വലിയ നിഅമത്താണ്ട് കൊടുത്തു. ആ നിഅമത്തിന് അവനാണ് തിരിച്ചെടുത്തപ്പോൾ മനസ്സിന് പ്രശ്നം ഉണ്ടായോ? ഇല്ലേ? ഉണ്ടാവും. അങ്ങനെ എത്ര ഉമ്മാരുണ്ട് കുടുംബത്തിൽ വളരെ വേണ്ടപ്പെട്ടവര് പെട്ടെന്ന് മരിക്കുമ്പോൾ അതുകൊണ്ട് അസ്വസ്ഥരായി കഴിയുന്നത്ര ആളുകളുണ്ട്. അള്ളാഹു മനസ്സിനൊക്കെ വലിയ ഹിമ്മത്ത് നൽകട്ടെ. അതൊരു ഉദാഹരണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ സമ്പത്ത് അള്ളാഹു വലിയ കോടീശ്വരനാക്കി അവസാനം പൊട്ടിപ്പൊളിഞ്ഞ് ഒരാളോടൊരു 10 രൂപ കടം ചോദിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയിലായ പല മനുഷ്യന്മാരും
അവര് കച്ചവടമൊക്കെ ചെയ്ത് അവരുടെ അടുത്തേക്ക് പലരും പിരിവിനും ചെന്നു, അതിനും കൊടുത്തു. എന്തോ കാരണത്താൽ ആകാണ്ട് കച്ചവടമൊക്കെ പൊട്ടി തകർന്ന് തരിപ്പണായി. അയാൾക്ക് ലക്ഷങ്ങൾ കടണ്ടത്രേ, അയാൾക്ക് കോടികൾ കടാണത്രേ. അവിടെ അത്ര കൊടുക്കാണ്ട്, ഇവിടെ എത്ര കൊടുക്കാണ്ട്, ഇന്നാലിന്നാക്ക് അത്ര കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരാളെ കുറിച്ച് നാട്ടിൽ വാർത്ത പരന്നു. അയാൾ നമ്മളടുത്ത് വന്നിട്ട് എനിക്കൊരു 5000 റുപ്യ വേണം, ഇല്ലേ ഒരു 25,000 റുപ്യ വേണം, ഞാൻ അടുത്ത മാസം തരട്ടോ എന്ന് പറഞ്ഞാൽ കയ്യിലുണ്ടെങ്കിൽ തന്നെ കൊടുക്കാനൊരു മടി ഉണ്ടാകും. കാരണം ആള് പൊട്ടിപ്പൊളിഞ്ഞിക്കാണ്, അത് കൊടുത്താൽ നഷ്ടപ്പെടും എന്നുള്ള ചിന്തയാണ്. ഇല്ലേ നിങ്ങൾ പറ. ഇതൊക്കെ അല്ലേ റബ്ബേ നാട്ടിലുള്ള അവസ്ഥ. അള്ളാഹു നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഉള്ളോർമ്മയോട് ആമീൻ പറയ അള്ളാഹു കാക്കട്ടെ. ഇതാ അങ്ങനെയുള്ള അഭയപ്രാർത്ഥനയാണ് ഹബീബായ നബി തങ്ങൾ നടത്തിയ പ്രാർത്ഥനയാണ്. നമ്മോട് നടത്താൻ മുത്ത് നബിയുടെ നിർദ്ദേശമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക. അതിനർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. മിൻ സവാലി നിഅമതിക, നീ എനിക്ക് തന്ന നിഅമത്തുകൾ നീങ്ങുന്നതിനെ തൊട്ട്, നീ എനിക്ക് തന്ന നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതേത് നിഅമത്താണെങ്കിലും റാഹത്തായിട്ട് നടക്കാൻ കഴിയാന്നുള്ളത് വലിയ നിയമത്താ. പെട്ടെന്ന് കാലാണ്ട് നീര് വന്ന് വേദന കൊണ്ട് നടക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ നിയമത്താണ്ട് നീങ്ങിപ്പോകലാണ്. അതിന്റെ ബുദ്ധിമുട്ടത്രേ. നമ്മൾ ഈ ഓടിച്ചാടി നടക്കുന്നതിന്റെ ഒക്കെ ഒരു റാഹത്ത് അറിയണമെങ്കിൽ 4 ദിവസം കിടന്നോക്കണം. നടക്കാൻ പൂതിയാവും, ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പൂതിയാകും. അല്ലാഹുവേ നിയമത്തുകളൊക്കെ നിലനിർത്തണേ അല്ലാ. അതുകൊണ്ട് മുഅ്മിൻ ഇത് അറിയണം, ഉൾക്കൊള്ളണം, പഠിക്കണം. ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി ഇത് മാറണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ നീ തരുന്ന നിഅമത്തുകൾ നീങ്ങുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. വതഹവ്വുലി ആഫിയതിക, നീ തന്ന ആഫിയത്ത് സൗകര്യങ്ങൾ നീങ്ങിപ്പോവുക, നഷ്ടപ്പെടുക. ആഫിയത്ത് എന്ന് പറഞ്ഞ ആരോഗ്യം മാത്രല്ല, നമുക്ക് റാഹത്തായി ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത്, ആവശ്യമായ വീട്. ഇന്നിപ്പോ എന്നോട് വന്ന് പറഞ്ഞല്ലോ വീട് ജപ്തി ചെയ്തു. മകന് എന്തോ ഒരു വിഷയത്തിന് വേണ്ടി ക്യാഷ് പലരിൽ നിന്നും സംഘടിപ്പിച്ച് കൊടുത്ത് 1 കോടി ഉറുപ്പ്യോളൊപ്പം നഷ്ടപ്പെട്ടു. മര്യോട് തെറ്റിപ്പോയി. ഒരു കുട്ടിയുണ്ട്, വീട്ടിൽ ഒരു സമാധാനമില്ല, വീടൊക്കെ ഇപ്പൊ ജപ്തിയില്ല. അള്ളാഹുവേ ഇവിടെ വന്ന് പറഞ്ഞത് അതിനൊരു പരിഹാരം കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലാണ്. അല്ലാഹ് ഞങ്ങൾക്ക് നിന്നോട് തേടാനല്ലാതെ മറ്റെന്തിനാ കഴിയാ. നീ ആ നിഅമത്തുകളൊക്കെ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് തന്ന നിഅമത്തുകളൊക്കെ നിലനിർത്തണേ അല്ലാഹ്. എല്ലാ നിഅമത്തുകളും മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. മുഅ്മിനെ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ചെറുതും വലുതുമായ പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നിഅമത്തുകളും നിലനിൽക്കണമെന്ന താല്പര്യത്തോടെ, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് തിരിച്ചു കിട്ടണമെന്ന താല്പര്യത്തോടെ ഒരു 3 സ്വലാത്തുന്നാരിയ അഷ്റഫുൽ ഖൽഖിന്റെ ഹളറത്തിലേക്ക് ഓതി ഹദിയ ചെയ്യല്ലേ, ചൊല്ലി ഹദിയ ചെയ്യല്ലേ. എന്നാ സലാത്തിനെ ബഹുമാനിച്ചൊന്ന് ബുദ്ധിമുട്ടില്ലാത്ത എഴുന്നേറ്റ് നിൽക്കി. എന്താ നിയ്യത്ത്? എന്തെല്ലാം നിഅമത്തുകൾ നമ്മളിൽ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ ആ നിഅമത്തുകളൊക്കെ മരണം വരെ നിലനിന്ന് കിട്ടണം. ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട നിഅമത്തുകൾ ഉണ്ടെങ്കിൽ ആ നിഅമത്ത് അല്ലാഹുക്ക് തിരിച്ചു തരാൻ കഴിയില്ലേ? അത് അല്ലാഹു തിരിച്ചു തരണം. ആ ഒരു നിയ്യത്തോടുകൂടെ ചൊല്ലി ഒരു 3 സ്വലാത്തുന്നാരിയ. ഉറങ്ങുന്നവരൊന്നും ഇല്ലല്ലോ? എന്നാ ചൊല്ലി. അല്ലാഹു ഖൈറും ബറക്കത്തും റാഹത്തും നിഅമത്തും ഏറ്റി തരട്ടെ. എല്ലാ നിഅമത്തുകളും അല്ലാഹു നിലനിർത്തി തരട്ടെ.
ആ നിഅമത്തുകൾ നിലനിന്ന് കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ലുഖദ് وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتقضى به الحوائج وتنال به الرغائب وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ജല്ല ജലാലായ അല്ലാഹ് ആയിരക്കണക്കിന് സ്വലാത്തുന്നാരിയയാണ് ഈ മുഅ്മിനീങ്ങളിതാ എല്ലാവരും ചേർന്ന് ചൊല്ലിത്തീർത്തത്. ആ സ്വലാത്തുന്നാരിയയുടെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തുകൾ ഓരോന്നും നിലനിർത്തണമേ അല്ലാഹ്. ആ നിഅമത്ത് നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തന്ന നിഅമത്തിൽ നിന്ന് വല്ലതും നീ നീക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അതൊക്കെയും നീ തിരിച്ചു നൽകണമേ അല്ലാഹ്. റാഹത്ത് നൽകണമേ അല്ലാഹ്. അല്ലാഹു റാഹത്ത് നൽകട്ടെ. അപ്പൊ ഈ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك. നീ തന്ന ആഫിയത്ത് നഷ്ടപ്പെടുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ തേടുകയാണ്. വഫുജാഅത്തി നിഖ്മതിക. എന്താ ഫുജാഅത്തി നിഖ്മതിക എന്ന് പറഞ്ഞാൽ നിന്റെ ശിക്ഷ പെട്ടെന്ന് ഉളരി വരിക. വല്ല ആപത്തുകൾ കൊണ്ട്, വല്ല അപകടങ്ങളെ കൊണ്ട്, പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് അതൊരു ശിക്ഷയായി പെട്ടെന്ന് പിടികൂടുന്ന ഒരവസ്ഥ. അതിൽ നിന്നും അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതാണ് ഫുജാഅത്ത്. ഫുജാഅത്ത് പറഞ്ഞാൽ പെട്ടെന്ന് പിടിവിടുക. നിഖ്മത്ത് എന്ന് പറഞ്ഞ ശിക്ഷ. ഫുജാഅത്തി നിഖ്മതിക. അല്ലാഹുവേ നിന്റെ ശിക്ഷയായി ആപത്തുകൾ, അപകടങ്ങൾ, മാരകമായ രോഗങ്ങൾ, തീരാ നഷ്ടങ്ങൾ ഇതെല്ലാം പിടിപെടുന്നതിനെ തൊട്ടും വജമീഇ സഖതിക. നിന്റെ എല്ലാ തരത്തിലുള്ള കോപത്തിൽ നിന്നും, ദേഷ്യത്തിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്, നീ എന്നോട് പിണങ്ങുന്നതിൽ നിന്ന്, നീ എന്നെ നിന്നിൽ നിന്ന് അകറ്റുന്നതിൽ നിന്ന് അല്ലാഹ് നിന്നോടിതാ ഞാൻ കാവൽ തേടുകയാണ്. ഈ നിഅമത്ത് നിലനിന്ന് കിട്ടാനുള്ള ദുആ നിരന്തരമായി നടത്തുമായിരുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മളും നടത്തണം. ഞാൻ ഒന്ന് ചൊല്ലിത്തരട്ടെ? കയ്യൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചോളൂ. മനസ്സിൽ ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. ആ അർത്ഥം നിയത്ത് ചെയ്തുകൊണ്ട് തന്നെ, മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ എല്ലാ നിഅമത്തുകളും നിലനിന്ന് കിട്ടാനും പെട്ടെന്ന് വരുന്ന ആപത്തുകൾ, അപകടങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ ഒക്കെ നീങ്ങിക്കിട്ടാനും നിയത്ത് ചെയ്യുക.
എന്താ ഇപ്പൊ നമ്മൾ ചെയ്യുക? ഒരു തലവേദന വന്നു, ഡോക്ടറെ അടുത്ത് പോയി, 2 ദിവസത്തേക്ക് ഗുളിക എഴുതി, ഒരു മാറ്റമില്ല, ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ വലിയ ടെസ്റ്റിനൊക്കെ എഴുതി. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ പറഞ്ഞു തലേൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊരു മുഴ ഉണ്ട്, ഇനി ആ മുഴ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ക്യാൻസർ ആണ്, ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, ട്യൂമർ ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? ഡോക്ടറോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ? ആരോടെങ്കിലും ചൂടായിട്ട് കാര്യമുണ്ടോ? അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തേണ്ടവൻ അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ അബദായി റബ്ബിനോട് കരഞ്ഞു ദ്വാരക്കന്നെ അള്ളാഹു നിഅമത്തുകളൊക്കെ നിലനിർത്തി തരട്ടെ. അള്ളാഹു ആഫിയത്ത് നീങ്ങുന്നതിനെ തൊട്ട് കാക്കട്ടെ. ഓർമ്മശക്തി വലിയ നിഅമത്ത, നഷ്ടപ്പെടുക എന്നുള്ള വലിയ പരീക്ഷണ. അള്ളാഹു ആ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതിനെ തൊട്ട് കാക്കട്ടെ. പലരും ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങളിൽ ഒന്നാണ് തലച്ചോറ് ചുരുങ്ങുക. ഒരു സംഗതി ആയിട്ട് ഓർമ്മ ഉണ്ടാവില്ല, എവിടെ വെച്ചത് ഓർമ്മല്ല, എന്തായിരുന്നു പറഞ്ഞത് ഓർമ്മല്ല. ചില ആളുകൾക്ക് പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും, ഈ അടുത്ത് നടന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പഴയ കാലത്ത് കുട്ടിക്കാലത്തുള്ള സംഭവങ്ങളൊക്കെ തത്ത പാടുന്ന പോലെ പാടാൻ കഴിയും, എല്ലാം പറയാൻ കഴിയും. ഇന്ന് നടന്നത്, ഇന്നലെ നടന്നത്, അതൊക്കെ പ്രശ്നങ്ങളാണ്. അതൊക്കെ നിഅമത്ത് നീങ്ങിപ്പോകലാണ്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനെ ഇങ്ങനെയുള്ള എല്ലാ നിഅമത്തുകളും ഖൈറായ നിലയിൽ എനിക്ക് നിലനിന്ന് കിട്ടണം, എൻ്റെ കുടുംബത്തിന് ഇത് നിലനിന്ന് കിട്ടണം. ആ നിയ്യത്തോടെ ഞാൻ ഈ ചൊല്ലുന്ന ദിക്റ്, ചൊല്ലുന്ന പ്രധാനപ്പെട്ട ദുആ ആകാശത്തേക്ക് കണ്ണും കൈകളും ഉയർത്തി ഞാൻ ചൊല്ലിത്തരികയാണ്. അതേ നിലയിൽ തന്നെ നിങ്ങളും ചൊല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ കയ്യൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഇതൊക്കെ ഒരു മുതൽക്കൂട്ടാക്കി തരട്ടെ. അൽഹംദുലില്ലാ, ഈ മജ്ലിസിൽ പങ്കെടുത്തു എന്നൊരു കാരണം കൊണ്ട് അള്ളാഹു കണക്കാക്കിയ വിഷമങ്ങളൊക്കെ നമുക്ക് നീക്കിത്തരട്ടെ. ഒരാളാമീൻ അള്ളാഹു സ്വീകരിച്ചാൽ മതിയല്ലോ, ഒരാളെ തേട്ട അള്ളാഹു കബൂലാക്കിയാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ എത്ര കാര്യങ്ങൾ അൽഹംദുലില്ലാ കാരുണ്യക്കടലായ റബ്ബ് ഈ മജ്ലിസ് കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയും അള്ളാഹു തരട്ടെ. സന്തോഷത്തോടെ വരും ചിലർ, ചില കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ച് സങ്കടപ്പെട്ടു പോയവർ. അൽഹംദുലില്ലാ, ആ കാര്യം ഉസ്താദേ വളരെ റാഹത്തായിട്ടുണ്ട്. ഡോക്ടർമാരൊക്കെ ഭയങ്കര അതിശയം പറയാൻ, എന്തേ സംഭവിച്ചത് എന്ന അതിശയത്തിലാണവർ. അല്ലാഹുവല്ലേ എല്ലാത്തിന്റെയും നിയന്ത്രണം, അവനല്ലേ തീരുമാനിക്കുന്നത്. അവന് മാറ്റാൻ കഴിയാത്തതും സുഖപ്പെടുത്താൻ കഴിയാത്തത് എന്താ ഉള്ളത്? അല്ലാഹു ഒക്കെ നമുക്ക് റാഹത്താക്കി തരട്ടെ. അതാണ് ഇലാഹായ റബ്ബ് നമ്മോട് പറയുന്നത്. വഅസ്ബഅലൈക്കും നിഅമഹു ലാഹിറതൻ വബാതിനാ. അല്ലാഹു അവന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നു. ലാഹിറത്തൻ, ആർക്കും കൃത്യമായി കാണാൻ കഴിയുന്നതുണ്ട് ആ നിഅമത്തിൽ. വബാതിനത്തൻ, അങ്ങനെ കാണാൻ കഴിയാത്ത എന്തെല്ലാം നിഅമത്തുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. ചിന്തിച്ചാൽ മനസ്സിലാവും. ആർക്കും കാണാൻ കഴിയൂലെങ്കിലും എന്തെല്ലാം നിഅമത്തുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന്. അല്ലാഹുവേ എല്ലാം നിലനിർത്തണേ റബ്ബേ.
എന്നിട്ട് അല്ലാഹു പറയാൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. ഇക്കണ്ട് കാണപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും നാം തന്നിട്ട് അതെല്ലാം യഥേഷ്ടം അനുഭവിച്ചിട്ട് ചില ആളുകൾ വമിനന്നാസ് ആളുകളുടെ കൂട്ടത്തിലുണ്ട് മയ്യുജാദിലു ഫില്ലാ അല്ലാഹുവിന്റെ കാര്യത്തിൽ അവന്റെ തൗഹീദിന്റെ വിഷയത്തിൽ അവൻ ഉണ്ടോ എന്ന കാര്യത്തിൽ തർക്കിക്കുന്ന ചില ആളുകൾ ബിഗൈരി ഇൽമിൻ ഒരറിവില്ലാതെ അവനാന് തോന്നിയത് വിളിച്ചു പറയാ, അള്ളാനെ നിഷേധിക്കുക, തൗഹീദിൽ തർക്കിക്കുക, അള്ളാനെ കളിയാക്കുക. ഇന്ന് യുക്തിവാദ ചിന്താഗതിയുമായി നടക്കുന്നവർ യുക്തിവാദികൾ ചെയ്യുന്നതൊക്കെ പണി തന്നെയല്ലേ. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അവരുടെ യുക്തിക്ക് വാദം പിടിച്ചു എന്നല്ലാതെ എന്തു പറയാൻ? അതാണ് ഒരറിവുമില്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവരുണ്ടല്ലോ മനുഷ്യരിൽ. വലാഹുദാ ഒരു മാർഗവും ലഭിക്കാതെ, നേരായ മാർഗമോ ലക്ഷ്യമോ ഇല്ലാതെ, വലാ കിതാബിൻ മുനീർ ഈ പ്രഭ പരത്തുന്ന കിതാബിനെ കുറിച്ചറിയാതെ, അതേക്കുറിച്ച് ചിന്തിക്കാതെ, അതിൽ നിന്നുള്ള ഉത്ബോധനം ഉൾക്കൊള്ളാതെ, യാതൊരു ലക്ഷ്യവുമില്ലാതെ ഈ കണ്ടു കാണപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് എന്നിട്ട് ആരെ നിഷേധിക്കുക? അള്ളാനെ നിഷേധിക്കുക. എന്നിട്ടും അള്ളാഹു അവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ തടഞ്ഞു വെക്കുന്നില്ല എന്നത് അള്ളാന്റെ കാരുണ്യത്തിന്റെ ആഴാണ്. ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവ് അല്ലാഹു അവന് വഴിപ്പെടുന്നവനും കൊടുക്കും, വഴിപ്പെടാത്തവർക്കും കൊടുക്കും. ദുനിയാവിന് അത്ര വിലയുള്ളൂ. ഇവിടെയുള്ള സൗകര്യവും സമ്പത്തൊക്കെ അള്ളാഹ് വഴിപ്പെടുന്നവനും കൊടുക്കും, വഴിപ്പെടാത്തവർക്കും കൊടുക്കും. പക്ഷെ പരലോകത്തെ രക്ഷ അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് തടയുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആഖിറത്തിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നതിനെ തൊട്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവും ആഖിറവും അള്ളാഹു നമുക്കെല്ലാവർക്കും റാഹത്താക്കി തരട്ടെ. ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നീണ്ട 10 വർഷത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മഹാനായ ഷെയ്ഖുന ആലിക്കുട്ടി മുസ്ലിയാർ. 20 കൊല്ലം അതിനു മുമ്പ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദായിരുന്നു സമസ്തയുടെ ജനറൽ സെക്രട്ടറി. 40 വർഷം അതിനു മുമ്പ് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹും അല്ലാഹു അവർക്കൊക്കെ പരലോകം പരിപൂർണ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരൊക്കെ കൂടെ നാളെ റബ്ബിന്റെ സ്വർഗം പുൽകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എത്രയോ ആളുകൾ ആ മഹാനായ ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ ഖത്മുകൾ ഓതി, എത്രയോ ആളുകൾ യാസീൻ ഓതി, എത്രയോ ആളുകൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതി. കഴിഞ്ഞ ശനിയാഴ്ച വിളയിൽ പറപ്പൂർ തേങ്ങാനയിലെ ക്ലാസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവരും ഒരു 313 ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അടുത്ത ശനിയാഴ്ചയാകുമ്പോഴത്തേക്ക് മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ ഒന്ന് ഓതി തീർക്കണം. ഒരു 10,000 ആളത് ഓതിയാൽ 30 ലക്ഷത്തിലേറെ സൂറത്തുൽ ഇഖ്ലാസ്. യാ അല്ലാ, അതിലൊരു കണ്ണിയാവാൻ അള്ളാഹു നമുക്കും തൗഫീക്ക് തരട്ടെ. വലിയ ഭാഗ്യാണ് കൂട്ടരെ. അത് ഓതി നിന്നോട് ഇന്ന് ഇവിടുന്ന് ആരോ എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് ഓതി തീർന്നു ആരോ പറഞ്ഞില്ലേ? നിങ്ങളല്ലേ പറഞ്ഞേ? മാഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. 313 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ അതിന് മാത്രം സമയമാണോ? നമ്മൾ വിചാരിച്ചാൽ നടക്കൂലേ? പടച്ചോനെ, അതൊക്കെ ഒരു പ്രവാഹമാണ്, അവരുടെ ഖബറിലേക്കുള്ള ഒരു കൂലിയുടെ പ്രവാഹം. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ നമ്മളെ ഖുൽ ഹുവല്ലാഹു ആവശ്യമില്ല, ആവശ്യം ഉണ്ടാവണമെന്നില്ല. ഏതുപോലെ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ഇല്ലാൽ നബിക്ക് അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നബിക്ക് ഇപ്പൊ നമ്മളെ സലാത്ത് കിട്ടിയിട്ടാണോ?
വേണോ? വേണ്ട. പക്ഷെ നേട്ടാർക്കാ? നമുക്കാണ്. അതുകൊണ്ടാണ് എല്ലാ കൊല്ലം റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് ആ റബീഉൽ അവ്വൽ ആകുമ്പോഴത്തേക്ക് അല്ലെ റബീഉൽ അവ്വൽ കഴിയുമ്പോഴത്തേക്ക് 1,00,000 സ്വലാത്ത് ചെല്ലാൻ നമ്മൾ പറയാറുണ്ട്. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ അങ്ങനെ 1,00,000 ആവുന്നത്ര സ്വലാത്ത് ചൊല്ലി തീർക്കാറുണ്ട്. മറക്കരുതേ, അതിന്റെ നേട്ടം ഏറ്റവും വലിയ നേട്ടാർക്കെന്നെ നമുക്കാണ്. സുൽത്താന്റെ പേരുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി. എങ്ങനെ ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഇതിപ്പോ ഒരു സ്വലാത്തല്ലേ? ഇതിപ്പോ ഒരു സ്വലാത്താണ്. ഇനിയിപ്പോ ഒരാള് മൗലായ സല്ലി വസല്ലിം മന്നബദാ ഇങ്ങനെ ചൊല്ലിയാൽ അതും തന്നെ സ്വലാത്താണ്. സല്ലി റബ്ബൽ ആലമീന അലാ സ്വലാത്താണ്. അതും സ്വലാത്തു വ തസ്ലീമു വ അസ്കാ തഹിയതി. അതും തന്നെ സ്വലാത്താണ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അതും നമ്മളോട് പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവും മലക്കുകളും ചൊല്ലുന്നുണ്ട് ട്ടോ ആ നബിയുടെ മേൽ സലാത്ത്. വേണമെങ്കിൽ നിങ്ങളും ചൊല്ലിക്കോളൂ എന്നാ പറഞ്ഞത്. അതെങ്ങനെ ചൊല്ലണമെന്നൊന്നുമില്ല, എങ്ങനെ ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയ പിന്നെ കൂലിട്ടൂലേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇതൊക്കെ ഒരു ആനന്ദമാക്കി അള്ളാഹു മാറ്റി തരട്ടെ. ഈ ഒഴിവുള്ള സമയമൊക്കെ അങ്ങനെ മൊബൈൽ തോണ്ടി റീൽസ് കണ്ടു കഴിഞ്ഞ് ജീവിതം തൊലക്കുന്നതിനെ തൊട്ട് നമ്മയും കുടുംബത്തെയും അള്ളാഹു കാക്കട്ടെ. ആ ഒരു ഷർറിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. അല്ലെങ്കിൽ ഹൈറായത് കാണാനും ഈമാൻ കൂട്ടാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗൗരവത്തിൽ കണക്കിലെടുക്കണം. അപ്പൊ മഹാനായ ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ ആ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 313 ആവുന്നത്ര ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് എല്ലാരും ചൊല്ലി തീർക്കി. പടച്ചോനെ റബ്ബേ റഹ്മാനെ റഹീമെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ശനിയാഴ്ച വിളയിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യും. അടുത്ത തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് മജ്ലിസുന്നൂറും പ്രാർത്ഥനയുമാണ് അല്ലേ? മജ്ലിസുന്നൂറും പ്രാർത്ഥനയുമാണ്. അന്നും നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്താം. എല്ലാവരും നിയ്യത്ത് ചെയ്തു വരണം. മജ്ലിസുന്നൂറും പ്രാർത്ഥനയുമാണ് ഇൻഷാ അല്ലാഹ്. മാത്രമല്ല ഇതാ റബീഉൽ അവ്വലിലേക്ക് നമ്മൾ അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആനന്ദാണ്, അതൊരു കുളിരാണ്. റബീഉ അതൊരു വസന്താണ്. അത് ഈമാനും നബിയോടും മഹബത്തും ഉള്ളവർക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയോ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആ നബിയുടെ ഒളിവ് ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ നൂറാനിയത്തിന്റെ ഒരു പ്രസരിപ്പ് നമ്മളെ കൽബിലേക്കും അള്ളാഹു സന്നിവേശിപ്പിക്കട്ടെ. അതുകൊണ്ട് ആ നബിയെ മനാമിൽ കാണാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ അടുത്ത് വന്നൊരു സഹോദരനും സഹോദരിയും എന്നിട്ട് പറഞ്ഞു, ഈ സഹോദരി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉസ്താദെ, ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. എന്താന്നറിയോ, ഞാൻ ഇങ്ങനെ ഒരാളെ സ്വപ്നം കണ്ടു, എന്റെ കണ്ണുന്നത് മായുന്നില്ല. അങ്ങനായിട്ട് വർണ്ണിച്ചപ്പോൾ ബോധ്യപ്പെട്ടു കണ്ടത് ആരെ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദ് മുസ്തഫ, സൗന്ദര്യത്തിന്റെ മുത്തായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കടലായ നബി മുഹമ്മദ് മുസ്തഫ,
അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, കിഴക്കിന്റെ പടിഞ്ഞാറിന്റെ സുൽത്താൻ മുഹമ്മദ് മുസ്തഫ, ജിന്നവർഗത്തിന്റെ മനുഷ്യവർഗത്തിന്റെ സുൽത്താൻ മുഹമ്മദ് മുസ്തഫ, മദീനയുടെ നിലാവൊളി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ മാരുതനായ മുഹമ്മദ് മുസ്തഫ, ആമിന ബീവിയുടെ പൊന്നുമോൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാണാനും ആസ്വദിക്കാനും ആ കാഴ്ച കൊണ്ട് വലിയ തർബിയത്ത് നേടാനും നമ്മളിൽ ഓരോരുത്തർക്കും അല്ലാഹു തൗഫീക്ക് തരട്ടെ. സലാത്ത് ചൊല്ലാൻ അങ്ങക്ക് മടി തോന്നാറുണ്ടോ? ഉണ്ടോ? റബീഉൽ അവ്വലാ വരുന്നത്, ആവുന്നത്രന് ചൊല്ലി തീർക്കണം. ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അവസാനത്തെ ക്ലാസ്സിൽ ആ സലാത്തിന്റെ പ്രത്യേകമായൊരു പ്രാർത്ഥനയും ഉണ്ടാകും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ഖൈർ നമുക്കൊക്കെ അടുപ്പിച്ചു തരട്ടെ.